തിരുവനായ വളർത്തു കേന്ദ്രമായി കൊടുങ്ങല്ലൂർ നഗരസഭ മാർക്കറ്റ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് നായ്ക്കളെ ഭയന്ന് നാട്ടുകാർ. കൊടുങ്ങല്ലൂർ നഗരസഭയുടെ ഉടമസ്ഥതയിൽ കാവിൽക്കടവിലുള്ള മാർക്കറ്റ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് തെരുവുനായ്ക്കളുടെ സങ്കേതമായി മാറിയിരിക്കുകയാണ്. കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിലെ ജീവനക്കാരും ഉടമകളും നാട്ടുകാരും പേടിയോടെയാണ് ഇവിടെ എത്തുന്നത്. കോംപ്ലക്സിൽ വരുന്നവർ പലപ്പോഴും തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ നിന്നും ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെടുന്നത്. അതൊക്കെ ഭയങ്കര പട്ടിയുടെ ശല്യമാണ്. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പോലും പറ്റുന്നില്ല. പട്ടിയുടെ ശല്യം ഭയങ്കര ശല്യമാണെന്ന് വെച്ചാൽ ആളിലിട്ട് ഓടിക്കണ്, വഴിയെ നടക്കാൻ പറ്റാനില്ല, സാധനം വാങ്ങാൻ ആൾക്ക് വരാൻ പറ്റുന്നില്ല, ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട്. ഭയങ്കര ശല്യമാണ്, ഒരു രക്ഷയില്ല. എന്തെങ്കിലും പ്രതിവിധി ചെയ്യാണ്ട് പറ്റില്ല. നായശല്യം ഒഴിവാക്കണമെന്ന് പലവട്ടം ആവശ്യപ്പെട്ടിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്നും നാളിതുവരെ നടപടി ഉണ്ടായിട്ടില്ല. ഭക്ഷ്യ അവശിഷ്ടങ്ങളും ഇവിടുത്തെ മത്സ്യമാംസ മാർക്കറ്റിൽ നിന്നുണ്ടാകുന്ന അവശിഷ്ടങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി നൂറുകണക്കിന് പട്ടികളാണ് ഇവിടെ തമ്പടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മുനിസിപ്പാലിറ്റിയിൽ മൊത്തം പട്ടികൾ ഇവിടെ ഉണ്ടോന്നാണ് സംശയം. അതുകൊണ്ട് ഈ വഴിയാത്രക്കാരെയും സ്കൂൾ കുട്ടികളെയും അതുപോലെ സ്ത്രീകളെയും ഒറ്റപ്പെട്ടു വരുന്ന ആളുകളൊക്കെ ഈ പട്ടികൾ ഓടിച്ചിട്ട് കടിക്കുന്നൊരു വലിയ പ്രശ്നമുണ്ട്. അപ്പോൾ വലിയൊരു ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പുള്ള ഒരു മുന്നറിയിപ്പുമായിട്ട് മാത്രം ഇതിനെ കണക്കാക്കണം. എത്രയും അടിയന്തരമായിട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച മാർക്കറ്റ് കം ഷോപ്പിംഗ് കോംപ്ലക്സ് നിലവിൽ അനാഥാവസ്ഥയിലാണ്. വിരലിലെണ്ണാവുന്ന സ്ഥാപനങ്ങൾ മാത്രമാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. സ്വകാര്യ ബസ്സുകളുടെ വിശ്രമ കേന്ദ്രവും തെരുവു നായ്ക്കളുടെ വിഹാര കേന്ദ്രവുമാണിപ്പോൾ ഇവിടം. DCV ന്യൂസ്, കൊടുങ്ങല്ലൂർ.